വളരെ മോശക്കാരനല്ല. എനിക്ക് പണി ഇതാണെന്ന് ലോകരോട് വിളിച്ച് പറയുന്ന ഒരു മനുഷ്യന്റെ സ്റ്റാൻഡേർഡ് എന്താ? അവന്റെ ഒപ്പ കൂടിയത് മാറ്റിച്ചുപാട്ടി എന്തൊക്കെ വിദ്യകൾ കാണിച്ചു. കുറച്ച് ദിവസം അച്യുതാനന്ദനൊക്കെ സാധാരണ പത്രസമ്മേളനം നടത്തുമ്പോൾ ഒരു കടലാസൊക്കെ അങ്ങനെ പിടിച്ചിട്ട് ഉറക്കം തൂങ്ങി, കൊല്ലപ്പരീക്ഷയ്ക്ക് തലവേദനയും പനിയുള്ള കുട്ടിയൊക്കെ പഠിക്കാനിരിക്കണ മാതിരി ഒരു അതായത് കഴിഞ്ഞാൽ പിറ്റത്തെ അതായത് വരണമെങ്കിൽ ഒരാഴ്ച കഴിയണം. നെറ്റിൽ നിന്നൊക്കെ ഫോൺ ചെയ്യണമായിരിക്കും. ആ അച്യുതാനന്ദൻ കടലാസൂല്യ ഒന്നും എടുത്തില്ല എന്ന് മാത്രമല്ല, കുപ്പായം കൂടി ഇടാൻ നേരമില്ലാതെ കള്ളിത്തുണിയും ബനിയനും 15-ക്കൊക്കെ 60 വന്നിരിക്കാൻ തോന്നിപ്പോവുക ഇരുത്തം കണ്ടാൽ. മുമ്പരെന്താ പറഞ്ഞത്? കുഞ്ഞാലിക്കുട്ടിയെ ഒരു പാഠം പഠിപ്പിക്കും ജി പുകലത്തും പെരേന്നുണ്ട് ഇറങ്ങിയതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. ഇത് ലീഗാണ്. രാജ്യത്ത് ഞങ്ങൾ പരമാവധി മാന്യത പാലിക്കുന്നവരാണ്. ഞങ്ങൾക്കെതിരെയാണ് നിങ്ങൾ കൊഞ്ചിയത്. ആ പിണറായിനോട് കൊഞ്ചുന്ന പോലെ കൊഞ്ചണ്ട. സുകുമാർ അഴീക്കോട് ഇയാൾ അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞത് എന്താ? മണ്ണിന്റെ മണമുള്ള മുഖ്യമന്ത്രി എന്നാ. പെരിച്ചായിനെ പറ്റി പറയുകയാണെങ്കിൽ അത്ര സങ്കടം ഉണ്ടായിരുന്നില്ല. ആ സുകുമാർ അഴീക്കോട് ഇപ്പൊ പറഞ്ഞതെന്താ? ആ സുകുമാർ അഴീക്കോടാ പറഞ്ഞത്, അരുൺകുമാറിന്റെ പോലത്തെ മക്കൾ ജയിക്കുകയാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാതിരുന്നത് നന്നായി. ഞങ്ങളെ കൂടത്തിന്ന് ഒരു കൈപ്പപ്പരലേ ചാടിയിട്ടുള്ളൂ. ജലീൽ, കെട്ടി ജലീൽ. ഞങ്ങൾ അവിടുന്ന് കൊണ്ട് കൊടുന്നത് ആരൊക്കെന്നറിയോ? ശ്യാം സുന്ദർ, ഡോക്ടർ മനോജ്, അബ്ദുള്ളക്കുട്ടി, കണ്ടോ കണ്ണൻ, വാള, മുള്ളുവാള, വലിയ വലിയ സാധനങ്ങളാ. ഇരുതല മൂർച്ചയുള്ള വമ്പൻ സ്രാവായ മഞ്ഞളാങ്കുഴി അലിയെ കൊണ്ട് പച്ച പതാക പിടിപ്പിച്ചിട്ട് ഇപ്പൊ ഞങ്ങളെ വേദിയിൽ ഇരുത്തിക്കുക. ഈ വരുന്നവരൊന്നും ചില്ലറക്കാരൊന്നല്ല. ഇതൊക്കെ ആരാ? നിങ്ങളെ ബ്രാഞ്ച് കമ്മിറ്റി എന്നൊക്കെ മുത്തഫരി തോതിയിട്ട് ചൈനയിൽ പോയി സെനത് വാങ്ങിയവരൊക്കെ ഉണ്ടോ ഈ കൂട്ടത്തിൽ? എന്നാ ഞങ്ങളെ കൂട്ടത്തിൽ നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ ഞങ്ങളെ കൂട്ടത്തിലെ പ്രവർത്തകർക്കെതിരെ നിങ്ങൾ ഇപ്പൊ CPM-ന്റെ SFIയുടെ നേതാവ് ഇന്നലെ ആലത്തൂരിൽ പ്രസംഗിച്ചു. അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയാം? ഈ കേസും കുലുമാൽ ഇട്ടെടുത്തതോടുകൂടി, എടുത്ത് പുറത്തേക്ക് ഇട്ടതോടുകൂടി ലീഗിന് ലാഭം ഉണ്ടായത്. ഇത് വല്ലാത്ത ആലോചിക്കാതെ എടുത്ത പണിയായിരുന്നു ഞങ്ങൾ. നിങ്ങൾ വിചാരിച്ച് ഈ ഐസ്ക്രീം ഉണ്ട് പൊട്ടിച്ച ജനങ്ങൾ ലീഗിൽ നിന്ന് കുറയുന്ന അല്ല. ഞങ്ങളൊപ്പം ആളും കൂടി നിങ്ങളൊപ്പം ഈച്ചയും കൂടി ഇത് തല കീക്കാൻ തൂക്കാവിട്ട് ഞങ്ങൾ കൈകാര്യം ചെയ്തത്. അതല്ലേ ഞങ്ങളെ സമ്മേളനത്തിൽ കണ്ട ജനാവലി. നിങ്ങൾക്കൊക്കെ അപസ്മാരം ഇളകണ ദിവസമായിരുന്നു കഴിഞ്ഞ 6-ാം തീയതി. ഇവരെ ഒന്ന് സ്വതന്ത്രൻ, ഒന്ന് ഏതാന്ന് പിടുത്തല്ല. കാരണം ചിഹ്നമൊന്നും ഉണ്ടായിരുന്നില്ല മത്സരിക്കുമ്പോ. TV, ഫാന്, ഫ്രിഡ്ജ്, തെരഞ്ഞെടുപ്പ് വല്ല കുടിയിരിക്കലാന്ന് തോന്നിപ്പോവും. അമ്മാതിരത്തെ മത്സരമായിരുന്നു. എന്നാലും എന്താ ഉണ്ടായത്? ഇപ്പൊ അവനാൻ്റെതാന്ന് പറയാൻ പിടുത്തല്ല. ഒരാള് മാത്രം പ്രതിപക്ഷത്ത്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലോ 2 ആള്. ഒരുത്തൻ ചായ കുടിക്കാൻ പോകുമ്പോൾ അവന്റെ ബാഗ് ബൻ നോക്കും, ബൻ ചായ കുടിക്കാൻ പോകുമ്പോൾ ബന്റെ ബാഗ് മറ്റവനും നോക്കും. എതിരായിട്ടൊരു പ്രസിഡന്റ് സ്ഥാനാർത്ഥിനെ മത്സരിക്കാൻ കഴിഞ്ഞില്ല. എന്താ കാരണം? ഒരാൾ നിന്നാ ഓനെ നിർദ്ദേശിക്കാൻ ഒരാൾ വേണം, പിന്നെ പിന്താങ്ങാനോ അടിച്ചേരനോളെ വിളിക്കണം. ഞങ്ങൾക്ക് എത്ര കോലം കത്തിക്കുക. എന്താ ഞങ്ങൾ കോലം കത്തിക്കാത്ത? എന്താ ചങ്ങായിന്റെ കോലം? എന്തിനാ അയാളെ കത്തിക്കണം? എന്തിനു തന്നാ മനുഷ്യൻ? മൂപ്പരിപ്പോ പറയുന്ന എന്താ? ഈ കുലുമാലും കേസൊക്കെ മൂപ്പരിക്കെതിരെ തിരിച്ചാണ്ടിട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബ് എല്ലാം ഹക്കാണ്, യാഥാർത്ഥ്യങ്ങളാണ്. ഓരോ കമ്മീഷനുകൾ ശശിയുടെ ഉദ്ധരണി വെച്ച കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുന്നത്. ആരാ ശശി? ശശി എന്ന് പറഞ്ഞാൽ 1000 കോഴിക്ക് അരക്കാടാന്ന് പറഞ്ഞ പോലെ 1000 പിണറായിക്ക് അര ശശിയാണ്. അറിയോ ആരാ ഈ ശശി എന്നറിയോ? ഈ ശശി നായനാറുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. സഖാവ് നായനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമ്പോ രാജാധികാരവും കിരീടവുമുള്ള ആ നായനാറുടെ വക്കലേക്ക് ഒരു MLA ഒപ്പിടാൻ ചെല്ലുമ്പോ ശശിനെ കാണണോ എന്നാ പറയാ. ശശിനെ കണ്ടിട്ടേ നായനാറെ കാണാൻ പറ്റുള്ളൂ. ആ ശശിയാണ് പറഞ്ഞത് അച്യുതാനന്ദന്റെ മകൻ ഇത്ര കോടി വാങ്ങി. KPP നമ്പ്യാരാ? ലീഗല്ല, മാർക്സിസ്റ്റാണ്. KPP നമ്പ്യാരാ പറഞ്ഞത്. എന്ത്? അച്യുതാനന്ദന്റെ മോൻ എന്നോട് ഇത്ര സംഖ്യ ചോദിച്ചു. അപ്പൊ ഒരു പത്രസമ്മേളനം നടത്തി പറയുന്നത് എന്താ? അത് ഞങ്ങളൊന്ന് ഒതുക്കി തീർത്തതായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് പണി എന്താ? നിങ്ങൾക്ക് എന്താ പണി? നിങ്ങൾ ഞങ്ങൾക്കെതിരെ ഉന്നയിച്ചതൊക്കെ പടച്ചോ നിങ്ങൾക്ക് തന്നല്ലോ. മലപ്പുറത്തെ കുട്ടികൾ കോപ്പി അടിച്ച് പാസ്സാകുന്നു എന്ന് പറഞ്ഞ പ്രമാണിച്ചാണ് ഈ അച്യുതാനന്ദൻ. നിങ്ങൾക്ക് അറിയോ? ചെക്കൻ അരുൺകുമാർ ഡോക്ടറേറ്റ് വാങ്ങിയത് കള്ളത്തരത്തിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടാണ്. കണ്ടോ? പടച്ചോന്നത് ശിക്ഷല്ലേ? നിങ്ങൾക്ക് ദുന്യാവിൽ തന്നെ കിട്ടുകയാണ്. എന്നിട്ട് അച്യുതാനന്ദൻ പറയുന്നുണ്ട്. അച്യുതാനന്ദൻ ഈടക്കടുത്ത് പറഞ്ഞത് എന്നെ എല്ലാവരും കൂടി കരിവാരിത്തേക്കാണ്. നിങ്ങളെന്തിനാ കരിവാരിത്തേക്ക്? നിങ്ങൾ ജനിച്ചപ്പോ തന്നെ കറുത്തിട്ടാ. പോരാത്തതിന് നിങ്ങൾ ആ ADB കരാറിനെതിരെ കരിവായിലൊഴിച്ചിട്ട് മേത്തക്ക് തെറിച്ച് വേറുണ്ട്. നിങ്ങൾ കറക്കാതിരിക്കൂ. ഞങ്ങൾ കറുപ്പിച്ചതാ, നിങ്ങൾ സ്വയം കറുത്തതാ. പിന്നെ ഞങ്ങൾക്കെതിരെ നിങ്ങൾ കുറെ വെയിൽ കൊണ്ടിട്ടുണ്ട് അല്ലേ? പഞ്ചായത്തിൽ വന്നിട്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി പോയി. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളല്ല ഇതിന്റെ ആൾക്കാർ, ഇതൊക്കെ അച്യുതാനന്ദനാണ്. തളാരൊക്കെ ദേഷ്യം പിടിച്ചിട്ട് ചോദിക്കുക എവിടുന്ന അയാളെ കാണാന്ന പല്ലും കടിച്ചിട്ട്.
അയാൾ അങ്ങനെ നേരിട്ട് കാണാൻ പറ്റൂല, ഇവിടെ MLA ഉണ്ട്, അവൻ്റെ വീട്ടിൽ പോയാൽ മതി, കാവുമ്പുറത്താ വരാണ്. ചെന്നു തള്ളാരൊക്കെ ചെന്നിട്ട് ബെല്ലടിച്ചപ്പോൾ വടക്കോർത്ത് പോവുകയാണ്. തള്ള വടക്കോർത്ത് കൂടി വരുമ്പോൾ കൊലായ്മ കൂടി വരികയാണ്. തള്ള എന്നിട്ട് പഞ്ചായത്തിൽ വന്നിട്ട് ഞങ്ങളോട് പറയാണ്, എന്നെ കണ്ടപ്പോൾ ആണ്ട് മാറുക, അവിടുന്ന് കണ്ടപ്പോൾ ഇങ്ങോട്ട് മാറുക. ഞാൻ പറഞ്ഞു മാറ്റത്തിനല്ലേ വോട്ട്, പിന്നെ കാണുമ്പോൾ മാറില്ലാതെ എന്താ കാട്ടുക? മാറ്റത്തിന് വോട്ട് ചെയ്തവർക്കൊക്കെ കിട്ടി അല്ലേ? എന്തായിരുന്നു വീടുണ്ടാക്കാൻ? നമ്മളെ ഫാത്തിമ കുട്ടിയാത്തിയും ഖദീജാത്തി അതുപോലെ വീരാൻകുട്ടിയാക്കൊക്കെ പഞ്ചായത്തിൽ വന്നിക്കുക, യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ PG കഴിഞ്ഞിട്ട് നിൽക്കാൻ തോന്നിപ്പോവും, വലിയ ഫയലേറ്റ് പെരയുടെ പ്ലാനാണ്. എൻ്റെ വാർഡിലൊരു 1000 മീറ്ററുള്ള തള്ള എന്നോട് ചോദിച്ചു, പൊന്നാരമാനെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ പെരയുടെ പ്ലാനാണ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ആ പ്ലാൻ ഉണ്ടാക്കി വെക്കുമ്പോൾ അതിൽ താമസിക്കാൻ പറ്റണില്ല. കാരണം എന്താ? ഞാൻ കണ്ടില്ല, ഒരു 1000 മീറ്ററുള്ള തള്ളല്ലേ, ഈ പാലോളി തന്ന പ്ലാനിൽ ഞാൻ എങ്ങനെ എടുക്കുക? ഞാൻ പറഞ്ഞു പടിഞ്ഞാറൗത്ത് നിങ്ങൾ തലാണ്ട് വെച്ചോളി, കാല് ജനാലിൻ്റെ ഉള്ളിൽ കൂടെ നീട്ടിയാൽ മതി, ഇത് പാലോളിയുടെ പ്ലാനാ, വേറെ നിവർത്തില്ല.